ഹലോ മിസ്. അപ്പോൾ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ തമ്മിലുള്ള ഒരേ ഒരു ടെസ്റ്റ് മാച്ചാണ് ഇന്നലെ കഴിഞ്ഞതും. ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വൺ സൈഡ് ഗെയിം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഒരു വൺ സൈഡ് ടെസ്റ്റ് മാച്ച് തന്നെയായിരുന്നു. വെറും 3 ദിവസത്തിനുള്ളിൽ തന്നെ കളി കഴിഞ്ഞു. ഇന്നിങ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ തകർത്തത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് വിന്നും കൂടിയായിരുന്നു ഇന്നലെ മുള്ളൻപൂരിൽ സംഭവിച്ചത്. ഇതിനു മുമ്പ് 2018 രാജ്കോട്ടിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ ഇന്നിങ്സിനും 272 റൺസിനുള്ള റെക്കോർഡാണ് ഇന്നലത്തെ അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ഇന്ത്യ മത്സരത്തിൽ ഇന്ത്യ തിരിച്ചു പിടിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് വേണ്ടി ശുഭ്മാൻ ഗില്ലിൻ്റെയും അതുപോലെ തന്നെ KL രാഹുലിൻ്റെയും സെഞ്ചുറിയുടെ ബലത്തിൽ 564 എന്നൊരു കൂറ്റൻ സ്കോർ അഫ്ഗാനിസ്ഥാനിന് മുന്നിൽ വയ്ക്കുകയായിരുന്നു. സുദർശനും വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തും 81 റൺസ് വീതമെടുത്ത ആ ഒരു കൂറ്റൻ സ്കോറിലെത്താൻ സഹായകമാവുകയായിരുന്നു. ടെസ്റ്റിൽ KL രാഹുലിൻ്റെ 12ാമത് സെഞ്ചുറിയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ 11ാമത് സെഞ്ചുറിയുമാണ് അഫ്ഗാനിസ്ഥാനെതിരെ കുറിച്ചത്. KL രാഹുലിനൊക്കെ തുടക്കത്തിൽ പുറത്താക്കാൻ കിട്ടിയ അവസരങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാൻ കളഞ്ഞു കളിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു റിവ്യൂസൊക്കെ മിസ്സാക്കി. റിവ്യൂസ് ഒന്നും നല്ല 2-3 റിവ്യൂസൊക്കെ മിസ്സായി. റിവ്യൂ കൊടുക്കാതിരിക്കും. റിവ്യൂ കൊടുത്തൊക്കെ വേസ്റ്റായി പോവുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഇന്നലെ കണ്ടത്. അതായത് ഒരു അൺഎക്സ്പീരിയൻസ് ആയിട്ട് കളിക്കുന്ന പോലെ തോന്നി. വെറും 13 ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമേ അഫ്ഗാനിസ്ഥാൻ ഇതുവരെ കളിച്ചുള്ളൂ. റീസെൻ്റ്ലി ഏറ്റവും അടുത്ത് ടെസ്റ്റ് പദവി കിട്ടിയ ഒരു ടീമും കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ ഈ കൂറ്റൻ സ്കോർ ട്രെയിൽ ചെയ്യാനിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ്റെ ആദ്യ ഇന്നിങ്സ് വെറും 152 റൺസിൽ അവസാനിക്കുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റ മത്സരം കളിച്ച മാനവ് സുത്താറാണ് അഫ്ഗാനിസ്ഥാനെ ആദ്യ ഇന്നിങ്സിൽ തകർത്തെന്നാണ് പറയാം. 6 വിക്കറ്റുകളാണ് മാനവ് സുത്താർ ഇന്ത്യക്ക് വേണ്ടി സ്വന്തമാക്കിയത്. അങ്ങനെ വെറും 152 റൺസിന് ആദ്യ ഇന്നിങ്സ് അവസാനിപ്പിച്ച അഫ്ഗാനിസ്ഥാനെ വീണ്ടും ഇന്ത്യ ഫോളോ ഓണാക്കിയായിരുന്നു. രണ്ടാം ഇന്നിങ്സിൽ ഇതിനേക്കാൾ ദയനീയമായിരുന്നു അഫ്ഗാനിസ്ഥാൻ്റെ പ്രകടനം. അങ്ങനെ സെക്കൻഡ് ഇന്നിങ്സിന് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാൻ്റെ ആദ്യ ഓവറിലൊക്കെ നല്ല ചെറുത്തുനിൽപ്പ് ശ്രമങ്ങളുണ്ടായി. ഒരു ഘട്ടത്തിൽ 87-2 എന്ന നിലയിൽ അത്യാവശ്യം ഒരു ഭേദപ്പെട്ട നിലയിലായിരുന്നു അഫ്ഗാനിസ്ഥാൻ്റെ ബാറ്റിംഗ്. ഒരു പക്ഷേ അടുത്ത ദിവസത്തിലേക്ക് കളി നീങ്ങുമെന്ന് പോലും തോന്നിപ്പോയെങ്കിലും അതുണ്ടായില്ല. പിന്നീട് നടന്ന് അഫ്ഗാനിസ്ഥാൻ്റെ കൂട്ടത്തകർച്ച കാണുകയായിരുന്നു. 87-2 എന്ന നിലയിൽ നിന്ന് വെറും 25 റൺസ് കൂട്ടിച്ചേർക്കുന്നതോടെ ബാക്കി 8 വിക്കറ്റുകൾ അഫ്ഗാനിസ്ഥാൻ വലിച്ചെറിഞ്ഞ് കളയുകയായിരുന്നു വേണമെങ്കിൽ പറയാം. അങ്ങനെ 112 റൺസിന് അഫ്ഗാനിസ്ഥാൻ ഓൾ ഔട്ട് ആകുകയായിരുന്നു. 300 റൺസിനും ഇന്നിങ്സിനുമായിരുന്നു ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ജയം. 2 ഇന്നിങ്സുകളുമായി 7 വിക്കറ്റുകൾ സ്വന്തമാക്കിയ ഇന്ത്യയുടെ അരങ്ങേറ്റ കളിക്കാരനായ മാനവ് സുത്താറാണ് ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മാനവ് സുത്താർ അങ്ങനെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരിക്കുകയാണ്. ഇനി വരുന്നത് ODI മത്സരങ്ങളാണ്. ജൂൺ 13-നാണ് ആദ്യ ഏകദിനം. അപ്പോൾ ഏകദിന വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.